മുണ്ടക്കൈ ചൂരൽമല എന്ന സ്വർഗ്ഗഭൂമിയാണ് ഇപ്പോൾ ഉരുൾ കവർന്നെടുത്തത്. സങ്കടങ്ങളുടെ മഴ പെയ്ത്ത് തുടരുമ്പോഴും ഈ ഗ്രാമത്തിലെ മനുഷ്യർ ഇന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ്. വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. അന്ന് ജൂലൈ 29 വയനാടിന് മുകളിൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. നട്ടുച്ചയിലും ഇരുട്ട് പടർത്തുന്ന വിധം മഴപ്പെയ്ത്തും ഇടവിട്ട് തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം ചൂരൽമലയിലെത്തുമ്പോൾ പുന്നപ്പുഴ കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ്. അട്ടമല റോഡിലെ പാടിക്ക് സമീപം വേരു പടർത്തി നിന്നിരുന്ന താന്നിമരം പുഴയിലേക്ക് കടപുഴകി വീണതിൽ നിന്നും തുടങ്ങി ആശങ്കയുടെ മണിക്കൂറുകൾ. വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പുഞ്ചിരിമട്ടത്തും പുത്തുമലയിലും ദൃശ്യങ്ങൾ പകർത്തി രാത്രി മടങ്ങിയ ഞങ്ങളെ അർദ്ധരാത്രി പിന്നിട്ടപ്പോഴാണ് ആ നാട്ടുകാർ വീണ്ടും വിളിക്കുന്നത്. പുലർച്ചെ എത്തുമ്പോൾ ചെളിക്കൂനയായി മാറിയ ചൂരൽമല ഇരുളിൽ തെളിയുന്ന പ്രകാശത്താൽ ഞങ്ങൾ കണ്ടു. വെളിച്ചം വീണപ്പോൾ വെള്ളാർമല സ്കൂൾ റോഡിലേക്ക് നടന്നു. കണ്ടത് നെഞ്ചു പൊട്ടുന്ന കാഴ്ച. പിന്നീട് ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന്. സർക്കാർ സംവിധാനങ്ങളും സൈന്യവും സന്നദ്ധ പ്രവർത്തകരും ഒന്നാകുന്ന കാഴ്ച. മരണം സൂചിപ്പാറ ജലപാതവും കടന്ന് ചാലിയാറിലൂടെ ചുവന്നൊഴുകിക്കൊണ്ടിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിലാപവും നിസ്സംഗതയും നെടുവീർപ്പും നിറഞ്ഞു. മരിച്ചത് 298 പേർ. 99 പേരെ തിരിച്ചറിയാൻ DNA പരിശോധനാ ഫലം വേണ്ടിവന്നു. കണ്ടെത്താൻ കഴിയാതെ വന്നത് 32 പേരെ. പുഞ്ചിരിമട്ടം മുതൽ 8 കിലോമീറ്റർ ദൂരത്തിലാണ് ദുരന്ത വ്യാപ്തി. ദുരന്തബാധിതർ വിവിധ വിഷയങ്ങൾ ഉയർത്തി പലകുറി പ്രക്ഷോഭ വഴിയിലേക്ക് എത്തിയതും ഈ നാട് കണ്ടു. പുനരധിവാസത്തിനായുള്ള മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണം കൽപ്പറ്റയിലെ കണ്ണായ സ്ഥലത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുകയാണ്. റീബിൽഡ് ചൂരൽമല ദൗത്യവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും പരിഹരിക്കേണ്ട വിഷയങ്ങൾ അനവധി. ഇനിയും പൂർത്തിയാകാത്ത ദുരന്തബാധിതരുടെ ഗുണഭോക്തൃ പട്ടിക, കടങ്ങൾ എഴുതിത്തള്ളൽ, കൃഷിഭൂമിയുടെ വീണ്ടെടുപ്പ്, ചൂരൽമലയുടെയും പുന്നപ്പുഴയുടെയും പുനരുദ്ധാരണം, കെട്ടിട ഉടമകൾക്കുള്ള ധനസഹായം, ഇത്തരം പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ അനവധി. ഇതിനെല്ലാം പരിഹാര നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.